കുറച്ച് മുന്നേ ഞാനിതിലെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അപ്പനും അമ്മയോടും കൂടിയിട്ട് ഇങ്ങനെ വളരെ സന്തോഷത്തോടെ പോകുന്ന കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഏതൊരു മക്കളെയും മാതാപിതാക്കൾ വളരെ സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. അവരുടെ ഓരോ വളർച്ചയിലും മാതാപിതാക്കൾക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പല മാതാപിതാക്കളും അവരുടെ സാഹചര്യങ്ങൾ വളരെ മോശമാണെങ്കിൽ കൂടി നല്ല ഭക്ഷണം കഴിക്കാതെയും നല്ല വസ്ത്രങ്ങൾ ഉടുക്കാതെയും തൻ്റെ മക്കൾക്ക് എന്ത് ബെസ്റ്റ് വേണമെന്ന് ആഗ്രഹിച്ച് അവർക്ക് ചെയ്തു കൊടുക്കുന്ന ആളുകളാണ്. ഞാനിങ്ങനെ എൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ അങ്ങനെയായിരുന്നു. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആയിരുന്നെങ്കിൽ കൂടി എനിക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് തരണമെന്നുള്ള ഒരു ആഗ്രഹമുള്ള മാതാപിതാക്കളായിരുന്നു എനിക്കുള്ളത്. എപ്പോഴും എന്നോട് പറയായിരുന്നു, നല്ല വസ്ത്രങ്ങൾ ധരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പോകണം എന്നുള്ള രീതിയിൽ ഏറ്റവും നല്ല ഡ്രസ്സൊക്കെ മേടിച്ച് തരാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് എനിക്കൊരു മകനുണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ ആ മകനെ വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് മാതാപിതാക്കളുടെ പ്രാധാന്യം എന്താണെന്നുള്ളതും അവര് മക്കൾക്ക് വേണ്ടി എടുത്ത കഷ്ടപ്പാട് എന്താണെന്നുള്ളതും മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ഒരു അച്ഛനാവുമ്പോൾ അല്ലെങ്കിൽ ഒരു അമ്മയാവുമ്പോഴാണ് നമ്മളുടെ മാതാപിതാക്കളോടുള്ള സ്നേഹം നമുക്ക് കുറച്ചുകൂടി കൂടുന്നത്. കാരണം നമ്മൾ നമ്മളുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവർ നമ്മൾ കരുതുമ്പോൾ അവരുടെ ബെസ്റ്റ് എന്താണ് കൊടുക്കാൻ പറ്റുക എന്ന് നമ്മൾ നോക്കുമ്പോഴാണ് നമ്മളുടെ മാതാപിതാക്കൾ നമ്മളെ എന്തുമാത്രം കരുതലോടെയാണ് വളർത്തിയതെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഇരിക്കെ തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതേ സ്നേഹം മക്കൾക്ക് മാതാപിതാക്കളോടും തിരിച്ചുണ്ട് എന്നുള്ളൊരു കാര്യം പലപ്പോഴും പല സാഹചര്യങ്ങളിലും മാതാപിതാക്കൾ മറന്നു പോകുന്നു. കാരണം ഒരു പ്രായം വരെ തങ്ങളുടെ കണ്ണിലുണ്ണി പോലെ സ്വന്തം പോലെ വളർത്തിക്കൊണ്ടുവന്ന മക്കള് ഓരോ പ്രായം കഴിയുന്തോറും മക്കളുടെ പ്രായത്തിനനുസരിച്ച് അവരുടെ സ്വഭാവ രീതികളിൽ മാറ്റം വരും എന്നുള്ളത് മാതാപിതാക്കൾ മനസ്സിലാക്കണം. മാതാപിതാക്കൾക്ക് മക്കൾ എപ്പോഴും അവരുടെ കുഞ്ഞുമക്കളാണ്. എപ്പോഴും എൻ്റെ മകൻ എൻ്റെ മകൾ അവർ കുഞ്ഞുമക്കളാണ്. പക്ഷേ 30-ലുള്ള മകനല്ല 40-ലുള്ള മകൻ്റെ മകൻ, 40-ലുള്ള മകനല്ല 50-ലുള്ള മകൻ. അവരുടെ പ്രായത്തിനനുസരിച്ച് അവരുടെ സ്വഭാവ വ്യത്യാസങ്ങളുണ്ടാകും. ഒരിക്കലും അവർക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹം കുറയുന്നില്ല എങ്കിലും സ്നേഹം കാണിക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങളുണ്ടാവും. അവർക്കിടെ ഉത്തരവാദിത്തങ്ങൾ കൂടും, കുറച്ചുകൂടി മെച്യൂരിറ്റി ലെവൽ വരും. അവർക്ക് അവരുടെ മക്കളെ മുമ്പിൽ കുറച്ചുകൂടെയും ഒരു അച്ഛനെന്നുള്ള രൂപത്തിൽ വരേണ്ടി വരും, അല്ലെങ്കിൽ ഒരു അമ്മ എന്നുള്ള രൂപത്തിൽ വരേണ്ടി വരും. ആ ഒരു രൂപം ചിലപ്പോൾ മകൻ എന്നുള്ള രൂപത്തിൽ നിന്നുള്ളൊരു മാറ്റത്തിൽ മാതാപിതാക്കൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും.